ക്രിസ്ത്യാനിയും മുസൽമാനും യഹൂദനും പാഴ്സിയും സിഖുകാരനുമല്ലാത്ത മറ്റാൾക്കാരെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? അവരെ മുഴുവൻ വിളിക്കേണ്ടത് ജാതി പേരിട്ടായിരുന്നു. പണ്ട് അങ്ങനെയാണ് വിളിച്ചിരുന്നത്. പക്ഷേ അതങ്ങനെയല്ല വിളിക്കേണ്ടത്, മറ്റൊരു പേരിട്ട് വിളിക്കണം, ഹിന്ദു എന്ന് വിളിക്കണം എന്ന് നമ്മോട് നിഷ്കർഷിച്ചത് ബ്രിട്ടീഷ് ഭരണകർത്താക്കളാണ്. രണ്ട് പ്രധാനപ്പെട്ട ഭരണ നടപടികളിലൂടെയാണ് അവർ സാധിച്ചെടുത്തത്. ഒന്ന്, 1881 മുതൽ ഇന്ത്യയിൽ തുടങ്ങിയ സെൻസസ് കണക്കെടുപ്പ്, ജനസംഖ്യാ കണക്കെടുപ്പ്. ആ ജനസംഖ്യാ കണക്കെടുപ്പിനുമായി ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ വരുമ്പോൾ അവരെ കൈവശമുള്ള ഒരു അപേക്ഷാ ഫാറമുണ്ട്, ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം രേഖപ്പെടുത്തുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കോളം എഴുതി ചേർത്തു മതം എന്നത്. പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, കുട്ടികളുടെ എണ്ണം, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം, കൂട്ടത്തിൽ ജാതി, മതം എന്നൊരു കോളം കൂടെ ചേർത്തു. ക്രൈസ്തവരാണെങ്കിൽ ക്രിസ്ത്യാനി എന്നെഴുതും, മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിം എന്നെഴുതും, ബാക്കിയുള്ളവരെന്തെഴുതും? എന്തെഴുതണമെന്നുള്ള സംശയം അവർക്കറിയില്ല. നിരക്ഷരരാണ് ബഹുഭൂരിപക്ഷം പേരും. ആ നിരക്ഷരായ ബഹുഭൂരിപക്ഷം സംശയത്തോടു കൂടി നിന്ന നിരക്ഷരായ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങളവിടെ ഹിന്ദു എന്നെഴുതൂ. അങ്ങനെയാണ് ഈ ഹിന്ദു ജനിക്കുന്നത്. ഒന്ന്. രണ്ട്, പള്ളിക്കൂടത്തിൽ പോയപ്പോൾ പള്ളിക്കൂടത്തിൽ ഒരു അഡ്മിഷൻ രജിസ്റ്റർ ഉണ്ട്, അവിടെ ഒരു അപേക്ഷാ ഫാറം കൊടുക്കണം. ആ അപേക്ഷാ ഫാറത്തിൽ മതം എന്നൊരു കോളം ചേർത്തു. അപ്പോൾ ക്രിസ്ത്യാനിയും മുസൽമാനും പാഴ്സിയും യഹൂദനും അല്ലാത്തവരെന്തെഴുതൂ? ഹെഡ് മാസ്റ്റർ പറഞ്ഞു, അല്ലെങ്കിൽ അപേക്ഷ പൂരിപ്പിച്ച സാറ് പറഞ്ഞു, അവിടെ ഹിന്ദു എന്നെഴുതൂ. അങ്ങനെ ഹിന്ദുവായി. അങ്ങനെയാണ് ഹിന്ദു എന്ന പദപ്രയോഗം സർക്കാർ രേഖകളിൽ, സർവീസ് രേഖകളിൽ പ്രധാനപ്പെട്ടു വരുന്നത്. അത് നിയമപരമായ ഒരു പ്രയോഗമായി തീരുന്നതും.